ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. യോഗ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ആളുകളാണ് യോഗ ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ആളുകളെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആളും യോഗ ചെയ്യും, അൺഹെൽത്തി ആയിട്ടുള്ള ആളും യോഗ ചെയ്യും. അതായത് ആരോഗ്യമുള്ള ഒരാളും യോഗ ചെയ്യും, ആരോഗ്യം ഇല്ലാത്ത ഒരാളും യോഗ ചെയ്യും. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ, ആരോഗ്യമുള്ള ഒരു വ്യക്തി, ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഏത് യോഗയും ചെയ്യാം. ഇപ്പോൾ പല രീതിയിലുള്ള യോഗയുണ്ട്. ഇപ്പോൾ നോർമൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ആ ക്ലാസ്സിൽ യോഗ ചെയ്യാം. അതുപോലെ നമുക്ക് യോഗ പല രീതിയിലുള്ള സാഹസികത രീതിയിലുള്ളതും, നമുക്ക് തലകുത്തനെ നിൽക്കുന്നതായാലും ഏത് രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളിനെ ഏത് രീതിയിലുള്ള യോഗയും നോർമൽ ക്ലാസ്സിൽ ചെയ്യാം. സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള യോഗയെ തന്നെ പല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത് പല രീതിയിലോട്ടൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള യോഗയൊക്കെ നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക്, നോർമലായിട്ട് ഹെൽത്തി ആയിട്ടൊരു വ്യക്തിക്ക് ഏതൊരു രീതിയിലുള്ള യോഗയും ചെയ്യാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ എനിക്ക് യോഗ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഏത് യോഗ ചെയ്യാം, അങ്ങനെ നമ്മൾ ഒരു രീതിയിലുള്ള വിഷമിക്കേണ്ടതോ ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. ഏത് രീതിയിലുള്ള യോഗയും അയാൾക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമതായി പറയുന്നതെന്ന് പറഞ്ഞാൽ, ആരോഗ്യം ഇല്ലാത്തൊരു വ്യക്തി, അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും യോഗ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അയാൾ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുകയാണ്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്, എന്തെങ്കിലും ഒരു സർജറി ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടറോട് ചോദിക്കുക, എനിക്ക് യോഗ ചെയ്യാൻ പറ്റുമോ, ഞാനിനി എത്ര നാൾ റെസ്റ്റ് എടുക്കണം, എത്ര നാൾ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം എനിക്കിനി യോഗ ചെയ്യാം, യോഗ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, യോഗ ചെയ്യുന്നപ്പോൾ ഞാൻ ഈ മെഡിസിനൊക്കെ നിർത്തിക്കോട്ടെ, എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളെ ഇതുവരെ നോക്കി ആ ഡോക്ടറോട് ചോദിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ യോഗ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നടുവേദന ഉള്ളവർ, ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ, നമ്മുടെ കഴുത്ത് തേയ്മാനം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു യോഗ ട്രെയിനറുടെ കീഴിൽ ആ യോഗ ട്രെയിനറോട് പറയുക, എനിക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് യോഗ ചെയ്യാമോ, ഏതൊക്കെ യോഗയാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് ആ ഒരു വ്യക്തിയോട്, ആ ഒരു ട്രെയിനറോട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കീഴിലുള്ള യോഗയാണ് ചെയ്യുന്നത് ആ ആളോട് ചോദിക്കുക. അപ്പോൾ നമ്മളൊരു നോർമൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നോർമൽ ക്ലാസ്സിൽ എല്ലാ വ്യക്തികളും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒപ്പം നമുക്ക് യോഗ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ചെയ്യുന്ന ചില പോസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് കൂടും അവരോടൊപ്പം. നോർമൽ ഒരു ക്ലാസ്സോട് നമ്മൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടും. അല്ലെങ്കിൽ ഒരു നോർമൽ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അതിനൊപ്പം ചെയ്യാൻ പറ്റും, പക്ഷെ ട്രെയിനറോട് പറയുക. അപ്പോൾ ട്രെയിനർ നമ്മളെ കെയർ ചെയ്യും. കാരണം ഇന്ന പോസ്റ്റർ നിങ്ങൾ ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമ്മളെ കെയർ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒരു നോർമൽ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പം ട്രെയിനർ നമ്മളെ മാത്രമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു നോർമൽ ക്ലാസ്സിൽ നമുക്ക് യോഗ ചെയ്യാം. അല്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തി നോർമൽ ക്ലാസ്സിൽ യോഗ ചെയ്യുന്നത് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നതിന് കാരണമാകും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്ന ട്രെയിനറോട് പറയുക, എനിക്ക് ഇന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് മാഡം, അല്ലെങ്കിൽ സാർ, എനിക്ക് ഇന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, എനിക്ക് യോഗ ചെയ്യാവോ, ഏതൊക്കെ യോഗയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക. പറഞ്ഞതിന് ശേഷം മാത്രം യോഗയിലോട്ട് കടക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.